ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. മാർച്ച് 17 മുതൽ മാർച്ച് 24 വരെ കഴിഞ്ഞ 6 സ്ട്രെയിറ്റ് ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി തുടർച്ചയായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2025 ജനുവരി 1 നിഫ്റ്റി ഓപ്പൺ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 23,637 ആയിരുന്നു. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ നിഫ്റ്റിയിൽ കാണുന്നത് 23,658 അതായത് ജനുവരി 1 എങ്ങനെയായിരുന്നു നമ്മുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്, ആ ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 2 മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഹെവി ലോസ് അത് മൊത്തത്തിൽ മായ്ച്ചു കളയുന്ന പ്രകടനമാണ് കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാസങ്ങളോളം അഗ്രസീവ് സെല്ലിംഗ് നടത്തിയ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ 3 പ്രാവശ്യവും നെറ്റ് ബയേഴ്സായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിലെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്നോണം നമുക്ക് കാണാൻ പറ്റും, റൂപ്പി അതിൻ്റെ ശക്തമായ തിരിച്ചുവരവ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഫെബ്രുവരിയിലെ ലോയിൽ നിന്ന് ഏകദേശം 2% റൂപ്പി റിക്കവർ ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ 2024 നവംബർ മുതൽ ഈ 2025 ഫെബ്രുവരി വരെ ഏകദേശം 4% ഒരു വീക്ക്നെസ് ആണ് റൂപ്പിയിൽ ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ അതിൻ്റെ പകുതിയോളം റിക്കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പോസിറ്റീവിലായിട്ട് ഉള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. കൂടാതെ നമുക്ക് കാണാൻ കഴിയും ടാക്സ് റവന്യൂ സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു, കൂടാതെ ഇൻഫ്ലേഷൻ അതിൻ്റെ ഒരു കംഫർട്ടബിൾ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ കോർപ്പറേറ്റ് ഏർണിങ്സ് FY25 Q4 അത് മോശമല്ലാത്ത രീതിയിൽ വരുമെന്നുള്ള ഒരു സ്പെക്കുലേഷനും മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ റെസിപ്രോക്കൽ താരിഫിൻ്റെ മേലെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുമെന്നുള്ള ഒരു പ്രസ്താവന, അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഏപ്രിൽ 2 വരാൻ പോകുന്ന റെസിപ്രോക്കൽ താരിഫ് തീർച്ചയായിട്ടും അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു നെഗോഷിയേഷൻ അവസരമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏപ്രിൽ 2 തീർച്ചയായിട്ടും ഒരു മേജർ ഇവൻ്റാണ്, അതിനെ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഏകദേശം എക്സ്ട്രീം ഗ്രീഡ് ആയിട്ടുള്ള ഒരു സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം കോഷ്യസ് ആയിട്ടുള്ള ഒരു സമയം, കാരണം എല്ലാവരും ഗ്രീഡി ആകുമ്പോൾ നമ്മൾ ഭയപ്പെടണം എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള റൂൾ. അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ബ്രോഡ് മാർക്കറ്റ് മൊത്തത്തിൽ പോസിറ്റീവാണെന്ന് കാണാം, ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എല്ലാം. അതുപോലെ തന്നെ സെക്ടോറൽ ഇൻഡെക്സുകളും പോസിറ്റീവാണെന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു റാലിക്ക് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ളത് ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള റാലിയാണ്. അപ്പോൾ കാണാൻ പറ്റും PSU ബാങ്ക് ഇൻഡെക്സ് 3% അപ്സൈഡ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇൻഡെക്സിലുള്ള കാനറ ബാങ്ക് അതുപോലെ യൂണിയൻ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളിൽ 4% ഒരു അപ്സൈഡ് മൂവ് നടന്നതായിട്ട് കാണാം. ഇതുപോലെ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2.4% റാലി നടന്നതായിട്ട് കാണാം. അവിടെ കൊടാക് മഹീന്ദ്ര ബാങ്ക് അതുപോലെ ഫെഡറൽ ബാങ്ക്, RBL ബാങ്ക് പോലെയുള്ള ബാങ്കുകളാണ് 4% കൂടുതൽ മുന്നേറിയതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ബാങ്കിങ് സെഗ്മെൻറ്റിൽ ആകെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്ക് മാത്രമാണ്. അപ്പോൾ അതിൻ്റേതായ കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ മുമ്പേ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിനാരിയോയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ചില സെക്ടറുകളെ കുറിച്ചും അതിലെ സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാർക്കറ്റ് കറക്ഷനിൽ 30% മുതൽ 40% വരെ സെൽ ഓഫ് നടന്ന ഒരു സെക്ടറാണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ആ ഒരു സെക്ടർ. നമുക്ക് അവിടെ കാണാൻ പറ്റും പല സ്റ്റോക്കുകളും വലിയ തോതിൽ താഴേക്ക് പോയിരുന്നു. ഇപ്പോൾ RVNL, അതുപോലെ IRB ഇൻഫ്രാ ഡെവലപ്മെൻറ്റ്, NBCC, KC ഇൻ്റർനാഷണൽ, കൽപ്പതരു പ്രോജക്റ്റ്, ഇർക്കോൺ ഇൻ്റർനാഷണൽ, NCC തുടങ്ങിയ പല സ്റ്റോക്കുകളും വലിയ തോതിലാണ് ക്രാഷ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഏകദേശം 142ഓളം സ്റ്റോക്കുകൾ കാണാൻ പറ്റും. പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ ഒരു കാറ്റഗറിയിലുണ്ട്. പക്ഷേ പല സ്റ്റോക്കുകൾ ഇപ്പോൾ അതിൻ്റെ നല്ല വാല്യുവേഷനിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാറ്റഗറി സ്റ്റോക്കുകളിൽ ഭാവിയിൽ ഒരു മുന്നേറ്റത്തിൻ്റെ സാധ്യത ഉണ്ട് എന്ന് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ RBI കൊണ്ടുവരാൻ പോകുന്ന റേറ്റ് കട്ടിൻ്റെ ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ ഏപ്രിലിൽ എന്തായാലും ഒരു 0.25 ബേസിസ് പോയിൻറ്റിൻ്റെ ഒരു റേറ്റ് കട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അടുത്ത സിറ്റിങ്ങിൽ മറ്റൊരു 0.25 കട്ടിങ്ങും ഉണ്ടാവും എന്നും പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മൊത്തത്തിലൊരു 0.5% ഒരു ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ അതൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് വലിയ ഗുണകരവും. ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബോറോയിങ് കോസ്റ്റ് കുറയും, കൂടാതെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷറും നല്ല തോതിൽ കുറയും. കാരണം അവിടെ നല്ല തോതിൽ അവർക്ക് ഷോർട്ട് ടേം ക്രെഡിറ്റുകൾ വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന ഒരു പോസിറ്റിവിറ്റി. ഇങ്ങനെയുള്ള റേറ്റ് കട്ടിൻ്റെയും അതേപോലെ മൊത്തത്തിൽ ബാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലിക്വിഡിറ്റീൻ്റെ ആ ഒരു വർധനവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു റിക്കവറി നമുക്ക് ഈ സെക്ടറിൽ പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മൾ സേഫായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് LNT ആണ്. ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് നമ്മൾ കാണുന്ന ഓട്ടോ സെക്ടറാണ്. കാരണം പർട്ടിക്കുലർലി 2 വീലേഴ്സിൻ്റെ ഒരു സെക്ടർ. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഫോറിൻ കോമ്പറ്റീഷൻ ഈ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ വരാൻ പോവുകയാണ്. കാരണം ഈ റെസിപ്രോക്കൽ താരിഫ് വരാൻ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു താരിഫ് പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ടെസ്ല, BYD പോലെയുള്ള പല കാറുകൾ നമ്മുടെ മാർക്കറ്റിൽ ചീപ്പർ പ്രൈസിൽ അവൈലബിൾ ആവും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ കാർ മാനുഫാക്ചേഴ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി വലിയ തോതിൽ അവരുടെ സെയിൽസിനെയും പ്രോഫിറ്റിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ 2 വീലറിൻ്റെ ഒരു സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള ഫോറിൻ കോമ്പറ്റീഷൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ആ ഒരു പ്രതിരോധം തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനികൾ കാണിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റോക്കുകളൊന്ന് ബജാജ് ഓട്ടോ ആണ്, മറ്റൊന്ന് ഹീറോ മോട്ടോകോപ്പ്, അതുപോലെ ഐഷർ മോട്ടോഴ്സ്. ഈ സ്റ്റോക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അടുത്തൊരു സെഗ്മെൻറ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഡിഫൻസ് സെഗ്മെൻറ്റിലാണ്. ഇൻ്റർനാഷണൽ ഓർഡറുകൾ ധാരാളമായിട്ട് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളുടെ ഒരു പ്രശ്നം, പല സ്റ്റോക്കുകളും ഇപ്പോഴും അതിൻ്റെ ഹൈ വാല്യുവേഷനിൽ തന്നെ തുടരുകയാണ്. പല PSU സ്റ്റോക്കുകളും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. എന്നാൽ അവിടെ ഇപ്പോഴും ചില സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്, അതിൻ്റെ സ്ട്രോങ് ഏർണിങ്സ് ഗ്രോത്തും അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോവും ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ ആ സ്റ്റോക്കിൽ നല്ലൊരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ജനറലായിട്ട് ലാർജ് ക്യാപ് സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഭാരതി എയർടെല്ലാണ്. വരാൻ പോകുന്ന സ്റ്റാർലിങ്കുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു ഭാവി നമുക്ക് കാണാൻ കഴിയും. കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസ് തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. മറ്റൊന്ന് ഈ ലോവർ വാല്യുവേഷനിൽ ഇപ്പോഴും നിൽക്കുന്ന SBI ആണ്. നമുക്കറിയാം ബാങ്കിങ് സെഗ്മെൻറ്റിൽ മൊത്തത്തിലുള്ള ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വലിയ തോതിലേക്ക് മുന്നോട്ടേക്ക് പോയിട്ടില്ല. ഇന്നും നമുക്കൊരു 3% ഒരു അപ്സൈഡ് മൂവ് അതിലുണ്ടായിട്ടുണ്ടെങ്കിലും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം വെറും 5% ഒരു അപ്സൈഡ് മൂവാണ് നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അനുകൂല സാഹചര്യം, പ്രത്യേകിച്ച് റേറ്റ് കട്ടിൻ്റെയും അതേപോലെ തന്നെ ലിക്വിഡിറ്റി വർധനവിൻ്റെയൊക്കെ ഈ ഒരു സിനാരിയോയിൽ SBI നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കുകളെക്കുറിച്ചും സെക്ടറുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.